പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SITക്ക് പരിശോധിക്കാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്. ഞാൻ അവിടെ വെച്ച് കാണാതിരുന്നത് ഇവിടെ സ്വസ്ഥമായിട്ട് കാണാമെന്നുള്ള കരുതിയാണ് കേട്ടോ. ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ലഹരിക്കെതിരെ ഫലപ്രദമായിട്ടുള്ള നടപടികൾ എടുത്തിട്ടില്ല എന്നൊരു തെളിവല്ലേ ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഇത്രയധികം പേര് പിടികൂടപ്പെട്ടത്? അങ്ങനെ ഒരു ആരോപണം അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ബന്ധങ്ങൾ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ രാഷ്ട്രീയമായി കാണുന്നില്ല. കഴിഞ്ഞ ഗവൺമെന്റ് അവർ ചെയ്തിട്ടുണ്ടാവും, ചെയ്തിട്ടില്ലായിരിക്കും. അതൊന്നും നമ്മളിവിടെ വിഷയമാക്കുന്നില്ല. ഇതിനകത്ത് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു മുന്നേറ്റമാണ്. ഇത് രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ കാണേണ്ട ഒരു കാര്യമായി ഞാൻ കണക്കാക്കുന്നില്ല. ഞങ്ങളുടെ ഒരു ദൗത്യം, ഞങ്ങളുടെ ഗവൺമെന്റ് ആദ്യം ആരംഭിച്ച ഒരു പരിപാടിയാണ്. കാരണം കേരളം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമായതുകൊണ്ടാണ് ഞങ്ങളതൊരു ആദ്യത്തെ പരിപാടിയായി, മുഖ്യമന്ത്രിയാണ് ആദ്യം ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ തിരുവനന്തപുരത്ത് കോട്ടൺ ഹിൽ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. എല്ലാ മന്ത്രിമാരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ പദ്ധതിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് എല്ലാ പാർട്ടിക്കാരുടെയും സഹായം വേണം, എല്ലാവരുടെയും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തൃശ്ശൂരിൽ ഓപ്പറേഷൻ തൂഫാൻ സംബന്ധിച്ച് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.